ഹായ്. ആദർശവും നിലപാടുകളുമൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതല്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ KM ഷാജി പറഞ്ഞു വെക്കുന്നത്. PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കേരള സർക്കാർ ഒരു 4 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തുകയുണ്ടായി. മന്ത്രി റോജി M. ജോൺ, മന്ത്രി PC വിഷ്ണുനാഥ്, മന്ത്രി M. ലിജു, പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുസ്ലിം ലീഗ് പ്രതിനിധിയുമായ N. ഷംസുദ്ദീനുമാണ് ഈ ഉപസമിതിയിലെ അംഗങ്ങൾ. അങ്ങനെ ഉപസമിതി യോഗം ചേർന്നു, വിശദമായി വിഷയങ്ങൾ പഠിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഉപസമിതിയിലെ 3 അംഗങ്ങളും 3 മന്ത്രിമാരും പറഞ്ഞത് ഒരേ അഭിപ്രായമായിരുന്നു. എന്ത് വില കൊടുത്തും PM-ശ്രീ കേരളത്തിൽ നടപ്പിലാക്കണം, അതുകൊണ്ട് കിട്ടാനുള്ള കോടികളുടെ ഫണ്ട് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന അഭിപ്രായമായിരുന്നു. എന്നാൽ ഒരാൾ മാത്രം അതിനെ എതിർത്തുകൊണ്ട് ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നൊരു അഭിപ്രായം പറഞ്ഞത് സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുക മുസ്ലിം ലീഗിന്റെ മന്ത്രി കൂടിയായ N. ഷംസുദ്ദീൻ ആയിരിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഷംസുദ്ദീൻ ആ പദ്ധതി നടപ്പിലാക്കണം എന്ന് അഭിപ്രായപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു. നടപ്പിലാക്കാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടത് കോൺഗ്രസ് നേതാവും എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ മന്ത്രി M. ലിജു ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് KM ഷാജിയുടെ ഒരു പ്രസംഗം പിന്നെ ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗിന്റെ നിലപാട് PM-ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയണമെന്ന് മാത്രമല്ല, അതിലും വലിയ ഒരു അഴുക്കുചാല് കിട്ടുമെങ്കിൽ അതിലേക്ക് എറിയണമെന്നാണ് KM ഷാജി പറഞ്ഞത്. അപ്പോൾ നിലപാട് പറയേണ്ട വേദിയിൽ, ഒരഭിപ്രായം ഔദ്യോഗികമായി പറയേണ്ട വേദിയിൽ നിന്നുകൊണ്ട് അതിനെ അനുകൂലിക്കുകയും പുറത്തിറങ്ങിയിട്ട് അതിനെതിരെ സംസാരിക്കുകയും ചെയ്തിട്ട് അതാണ് നിലപാട് എന്ന് പറയുമ്പോൾ നിലപാടും ആദർശവും മുസ്ലിം ലീഗിന് പ്രസംഗിക്കാനുള്ളത് മാത്രമാണ്, പ്രവർത്തിക്കാനുള്ളതല്ല എന്ന് വ്യക്തമാക്കപ്പെടുന്നു. ഒറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾ അറബിക്കടലൊന്നും തിരയണ്ട, നിങ്ങൾ അഴുക്കുചാലും തിരയണ്ട, ഒരു കത്തെഴുതുക, മുഖ്യമന്ത്രിയെ അറിയിക്കുക, എന്നിട്ട് കേന്ദ്ര സർക്കാരിന് ഒരു കത്തെഴുതുക, ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു കത്തെഴുതാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് ചോദ്യം. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഒറ്റ ചോദ്യം. മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നൊരു ഉറപ്പ് പറയാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ, നട്ടലുണ്ടോ, ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വാ. 10 തെറി പറഞ്ഞിട്ട് പോകാൻ ആർക്കും പറ്റും.